അല്ല, ഇവിടെ 2-3 ആസ്പെക്റ്റുകൾ ഇതിനകത്തുണ്ട്. അതിലൊന്ന് ഈ ഡീലിമിറ്റേഷൻ, ഇപ്പോൾ സ്ത്രീകൾക്കുള്ള റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ പറയുന്നത്. നമ്മൾ ഈ സംസ്ഥാനത്തിരുന്ന് സംസാരിക്കുമ്പം ഈ സംസ്ഥാനത്ത് ഈ ത്രിതല പഞ്ചായത്ത് ലെവലിൽ 50% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്ത ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തിരിക്കും പറയുമ്പം സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നതിനെ നമ്മൾ തടയുന്നു, അങ്ങനെ തടയാനുള്ള ഇൻറ്റൻഷനുള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ള ഒരു വാദം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. അങ്ങനൊരു വാദം ഇവിടെ ആരും ഉന്നയിച്ചു എന്നുള്ളതല്ല, അങ്ങനൊരു വാദം നിൽക്കുന്നൊരു വാദമല്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ വുമൺ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് 50%, 33% ഒക്കെ കൊടുക്കുന്ന ആ വിഷയം എന്ന് പറയുന്നത് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ റദ്ദ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമേ അല്ല. അത് തീർച്ചയായിട്ടും വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പം സോയ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്പർ ഓഫ് വോട്ടേഴ്സ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കൂടുന്നു, അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേഷൻ കൂടേണ്ടത് ആവശ്യമാണ് എന്നുള്ള മിനിമൽ തോട്ട്, ദാറ്റ് ഈസ് ആൻ എഗ്രിയബിൾ തോട്ട്. അതിനകത്തൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കേണ്ട കാര്യം ഒരു തരത്തിലുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നമുക്ക് ഇപ്പം ഈ 33% എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻസസിനെ ബേസ് ചെയ്ത് തന്നെ ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം? സെൻസസ് എന്തിന് ഇതിനകത്ത് ഒരു കണക്റ്റിംഗ് ഫാക്ടർ ആകുന്നു, അല്ലെങ്കിൽ കണക്റ്റിംഗ് പോയിന്റ് ആകുന്നു? നിങ്ങൾക്ക് ഗുഡ് ഇൻറ്റൻഷനോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം മോഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 33% സ്ത്രീകൾ കൊടുക്കാമെന്ന് പറയാമല്ലോ, 33%ത്തിലേക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വ്യാജേന മറ്റ് ചില കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതാണ് അവിടുത്തെ ഏറ്റവും സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിസർവേഷൻ അല്ല, ഇതിൻ്റെ ഡീലിമിറ്റേഷനായിട്ടുള്ള പസിൽസ് ആണ് നമ്മുടെ പ്രശ്നം. എന്താണ് ഒരു പ്രശ്നം? നോക്കൂ, കേരളം നോക്കുക. കേരളം ഒരു സംസ്ഥാനം എടുക്കുക, അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാനം എടുക്കുക. ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ താല്പര്യം അനുസരിച്ച് രാജ്യം എന്താണോ ആശയം മുന്നോട്ട് വെച്ചത്, പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു മുഖ്യ ആശയമായ ഒരു ഘട്ടത്തിൽ രാജ്യത്ത് വരികയാണ്. ഈ എക്സ്പ്ലോസീവ് പോപ്പുലേഷൻ വരുന്നത് രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ ടോട്ടൽ റീപ്ലേസ്മെന്റ് ഫെർട്ടിലിറ്റി റേറ്റിന് ഒത്തിരി കടന്നു പോകുന്ന ഒരു സാഹചര്യം വരുന്നത്. 2.1 ആണ് ടോട്ടൽ റീപ്ലേസ്മെന്റ് ഫെർട്ടിലിറ്റി റേറ്റ്. അതിനൊക്കെ കടന്ന് ഒത്തിരി ആകുന്നത് യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കുമെന്നുള്ളത് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഏതൊരു രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ആ കൺട്രോളിലേക്ക് വരാൻ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ അജണ്ടയോടൊപ്പം നിന്നു. അത് നോർത്ത് ഇന്ത്യയുടെ അജണ്ടയോ സൗത്ത് ഇന്ത്യയുടെ അജണ്ടയോ അല്ല, ഈ രാജ്യത്തിൻ്റെ അജണ്ടയാണ്, അല്ലേ? രാജ്യത്തിനൊരു പോളിസി ഫ്രെയിംവർക്കിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഇൻറ്റൻഷൻ എന്താണ്, പോപ്പുലേഷൻ കൺട്രോൾ നടത്തണം. ചൈന അത് കൺട്രോൾ ചെയ്യുന്നു, മറ്റുള്ള രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര പ്രോപ്പർ ആകത്തുള്ളൂ, ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ പോലും ചൈനയ്ക്ക് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇൻ കമ്പയറിംഗ് വിത്ത് ഇന്ത്യ ആൻഡ് ചൈന എന്ന് പറയുന്ന ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതന്നെ മറിച്ചാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഗുഡ് ഇൻറ്റൻഷനോടുകൂടി വലിയൊരു പ്രവൃത്തി കുറെ കഴിഞ്ഞ കാലങ്ങളായ വർഷങ്ങൾ, ഡെക്കേഡ്സ് എടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന പോപ്പുലേഷൻ കൺട്രോളിനെ നമുക്ക് മെറിറ്റ് കിട്ടണ്ട, നമുക്കൊരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ എത്തേണ്ട നമ്മൾ അതിന് പേ ചെയ്യാണ്. വി ആർ പേയിങ് ദ പ്രൈസ് ഫോർ വാട്ട് ദ ഗുഡ്സ് ദാറ്റ് വി ഹാവ് ഡൺ, അല്ലേ? ഗുഡ് ഇൻറ്റൻഷനോടുകൂടി നമ്മൾ ചെയ്ത കാര്യത്തിനെല്ലാം ബോക്സ് ടിക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിന് പേ ചെയ്യാണ്. ഇതൊന്നും നോക്കാതെ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അവരുടെ ഒരു അജണ്ട പോലും അല്ലാതെ ഈ പറയുന്ന ആൾക്കാർ അൺകൺട്രോളബിൾ ആയിട്ട് പോപ്പുലേഷൻ പോയ ആൾക്കാർക്കെല്ലാം സീറ്റുകൾ കൂടുതൽ കിട്ടുന്നു. നോക്കൂ, സീറ്റുകൾ കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാര്യം ലെജിസ്ലേറ്റീവ് ബോഡിയിൽ, നിങ്ങൾ ലോ മേക്കിംഗ് ബോഡിയിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ സംസ്ഥാന സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു ലോ പാസ്സാക്കാമെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡോർമന്റ് സ്റ്റേജിലേക്ക് മാറും. അതിനകത്ത് ചെറിയൊരു കാര്യമായിട്ടല്ല നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. ഇപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് സീറ്റ്സ് വരുന്നു. ആ സീറ്റ്സ് വരുമ്പം നോർത്ത് ഇന്ത്യയുടെ പ്രസൻസ് കൊണ്ട് നിങ്ങൾക്കൊരു ലെജിസ്ലേഷൻ പാസ്സാക്കാം. സൗത്ത് ഇന്ത്യയുടെ പ്രസൻസിൽ സദേൺ ഇന്ത്യയുടെ ആബ്സെൻസ് അതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമല്ല എങ്കിൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് അടിസ്ഥാനപരമായി നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണിത്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന തമിഴ്നാട്, അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മുന്നോട്ട് വരുന്നത്. അത് അവർക്ക് ഇച്ചിരി വോക്കലാകുന്നത്. നമ്മളിപ്പം അവിടെ നാഷണൽ പാർട്ടീസ് ഇല്ല, അവർക്ക് റീജിയണൽ പാർട്ടീസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി വോക്കലാകാൻ അവർക്ക് കഴിയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കാണേണ്ടത് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ലോ മേക്കിംഗ് പവർ, നമ്മുടെ ലോ മേക്കിംഗ് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ സ്ട്രെങ്തിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണിത്. അപ്പോൾ കൂടുതൽ നമ്മൾ
ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി ശ്രമം നടത്തുകയും ആ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പം അതിന്റെ ഒരു അതൊരു മെനസായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വരുന്നു. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി മറ്റ് സംസ്ഥാനങ്ങൾ ഇതിന്റെ പുറകെ വരാതിരിക്കുകയും അവർക്ക് ഈ പറയുന്ന ട്രൂ ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സംസ്ഥാനങ്ങളും തമ്മിൽ വഴക്കുണ്ടാകുന്ന രീതിയിലുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു ഇന്റൻഷനും എനിക്കില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു കോർഡിനേറ്റിംഗ് ബോഡി എന്നുള്ള രീതിയിൽ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളുമായി ഡിസ്കസ് ചെയ്തിട്ട് വേണമായിരുന്നു, ഒരു ചർച്ചയ്ക്ക് ശേഷം വേണമായിരുന്നു